എല്ലാവർക്കും ഫിലിം ഹിസ്റ്ററിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് ചെയ്ത കഥയുടെ രണ്ടാം ഭാഗവുമായിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിലിം സ്റ്റാർ. ഞാൻ വീണ്ടും കടുവയെ തിരഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. 2 ദിവസത്തിനകം ഒരു പശുവിനെ പിടിച്ചതായി എനിക്ക് അറിയാൻ കഴിഞ്ഞു. സാധാരണ കടുവ ഒരു ഇരയെ കിട്ടിയാൽ 30% മാത്രമേ ഭക്ഷിക്കൂ. പിന്നെ പരിസരത്ത് എവിടെയെങ്കിലും വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസമായിരിക്കും അവശേഷിക്കുന്ന ബാക്കി ഭക്ഷണം കഴിക്കാൻ കടുവ വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ റൈഫിളും എടുത്ത് സംഭവ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. ഈ പശുവിന്റെ ഉടമസ്ഥൻ ഒരു ചെറിയ പയ്യനായിരുന്നു. അവന്റെ അച്ഛനെയും അമ്മയെയും പുല്ലരിയാൻ പോയ സമയത്ത് കടുവ കൊലപ്പെടുത്തി. അവന് പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ചുവന്ന പശുവായിരുന്നു. ഇപ്പോൾ അതിനെയും കടുവ കൊന്നിരിക്കുന്നു. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കഴുകന്മാരും ഈച്ചകളും ആ പശുവിനെ മൊത്തം കൊത്തിപ്പറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ പശുവിനെ കടുവ ആഹരിക്കില്ല. അതിനാൽ ഞാൻ അവിടെ ഒരു പോത്തിനെ കെട്ടിയിട്ടു. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറയിൽ ഇരിപ്പുറപ്പിച്ചു. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ കാട് മുഴുവനും ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത പടർന്നു. കിടന്നുകൊണ്ടിരുന്ന ആ പോത്ത് പെട്ടെന്ന് ചാടി എണീറ്റു. അത് എന്തോ കണ്ടിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിൽ എന്തോ ഒന്ന് നിപ്പുണ്ട്, പക്ഷെ എനിക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അത് എന്റെ ഇടതുവശത്തേക്കാണ് നോക്കി നിൽക്കുന്നത്. അതിനെ കെട്ടിയിട്ട കയർ അത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോത്തിന്റെ തല എന്റെ നേരെ തിരിഞ്ഞു. ആ പോത്ത് എന്തിനാണ് കണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും അതിപ്പോ ഞാൻ നിൽക്കുന്ന പാറയുടെ താഴെ നിൽപ്പുണ്ട്. ഞാൻ നിൽക്കുന്ന പാറയുടെ അടിയിൽ നിന്നും ഒരു മുരുമുരുപ്പ് ശബ്ദം കേട്ടു. ഇരുട്ടിൽ നിന്നും ഒരു കടുവ പോത്തിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ചാടി വീണു. ഞാൻ നോക്കുമ്പോൾ കടുവ പോത്തിന്റെ മേലെ കയറി നിന്ന് അതിന് കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു. ആ പോത്ത് 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. പൊതുവെ കടുവകൾ അതിന്റെ ഇരയെ കീഴ്പ്പെടുത്തുന്നത് കഴുത്തൊടിച്ചാണെന്ന് ഞാൻ പലപ്പോഴും പലവരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ശരിക്കും അത് പൂർണ്ണമായും തെറ്റായ ഒരു ആശയമാണ്. കടുവകൾ എപ്പോഴും അതിന്റെ കോമ്പല്ല് ഉപയോഗിച്ചാണ് അതിന്റെ ഇരകളെ കീഴ്പ്പെടുത്താറ്. ഇത് ഞാൻ പലതവണ നേരിൽ കണ്ടിട്ടുമുണ്ട്. പോത്തിനെ കൊന്ന ശേഷം കടുവ തിരിച്ച് ഇരുട്ടിലോട്ട് തന്നെ മടങ്ങിപ്പോയി. ഞാൻ കടുവയെ വെടിവെച്ചില്ല. അതിന് യാതൊരു കാരണവുമില്ല. കടുവ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും കടുവ തിരിച്ചു വന്നു. അത് പോത്തിനും ചുറ്റും നടന്നു. ഞാൻ എന്റെ റൈഫിൾ കടുവയ്ക്ക് നേരെ ചൂണ്ടി. ഞാൻ ഇനിയും ഈ കടുവയുടെ ഭംഗി ആസ്വദിച്ചിരുന്നാൽ എനിക്ക് ആ കടുവയെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ 2 തവണ ട്രിഗർ വലിച്ചു. കടുവ പാറക്കെട്ടിലൂടെ കാട്ടിലേക്ക് തിരിഞ്ഞോടി. കടുവയ്ക്ക് വെടി കൊണ്ടില്ല. കൊള്ളാത്തതിന് കാരണം എന്റെ അശ്രദ്ധ മാത്രമാണ്. ഇനി ആ കടുവ തിരിച്ചു വരില്ല. വന്നാലും ഈ ഇരുട്ടിൽ എനിക്ക് കടുവയെ മുറിവേൽപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്റെ അശ്രദ്ധ കാരണം മാത്രമാണ് ആ കടുവയെ വെടിവെക്കാൻ എനിക്ക് കഴിയാതെ പോയത്. ഞാൻ ഇതെല്ലാം ആലോചിച്ച് അസ്വസ്ഥനായി ആ പാറയിൽ തന്നെ ഇരുന്നു. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പാറയിടുക്കിൽ നിന്നും ഒരു കടുവയുടെ തല പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിശബ്ദമായി കടുവയ്ക്ക് നേരെ വെടിയുതിർത്തു. ആ കടുവ അവിടെ വീണ് കാണും എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അത് വീണില്ല. ആ കടുവ ഇപ്പൊ ഞാനിരിക്കുന്ന പാറയിൽ പൊത്തിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. ഞാനും ആ കടുവയും ഇപ്പൊ വെറും 3 യാർഡ് മാത്രമേ ദൂരമുള്ളൂ. ഞാൻ എന്റെ തോക്ക് കടുവയ്ക്ക് നേരെ ചൂണ്ടി 2 തവണ ട്രിഗറിൽ വിരലമർത്തി. പക്ഷേ ഇപ്രാവശ്യവും ആ കടുവ ചത്തില്ല. ഞാൻ ആ പാറപ്പുറത്തിരുന്ന് സ്വയം ഓരോന്ന് ചിന്തിച്ചു തുടങ്ങി. എന്റെ കണ്ണുകൾക്ക് വല്ലതും സംഭവിച്ചോ, അതോ ഇനി എന്റെ തോക്കിനാണോ പ്രശ്നം? ഞാൻ എന്റെ തോക്ക് മുഴുവനും പരിശോധിച്ചു. ഇതിന് യാതൊരു കുഴപ്പവുമില്ല. എനിക്കിങ്ങനെ അശ്രദ്ധ പറ്റാറില്ല. ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രി എനിക്ക് ഉറക്കം തന്നെ വന്നില്ല. എനിക്ക് ഗ്രാമത്തിൽ പോകണമെന്നുണ്ട്. അവിടെ പോയാൽ നല്ല ചൂട് ചായ കിട്ടും. പക്ഷെ നല്ല അടിക്കാട് മുൾച്ചെടികളും നിറഞ്ഞ ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് രാത്രി പോകുന്നത് ഞാൻ എന്റെ മരണത്തെ ചോദിച്ച് മേടിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ആ പാറപ്പുറത്ത് തന്നെ ആ രാത്രി മുഴുവനും ചിലവഴിച്ചു. ഞാൻ നന്നായി വേർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു തുടങ്ങി. ആ രാത്രി നല്ല തണുത്ത കാറ്റ് വീശി തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് തണുപ്പ് താങ്ങാനായില്ല. സൂര്യൻ ഉദിക്കുവോളം ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. സൂര്യൻ ഉദിച്ചതും ഞാൻ ഗ്രാമത്തിലോട്ട് നടന്നു. കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ വെടിയൊച്ചകൾ ഗ്രാമീണർ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂട്ടം കൂടി ഗ്രാമത്തിന് മുന്നിൽ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരെന്നോട് പല പല ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അവരോട് കടുവയെ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം പറഞ്ഞ് അവിടെ കത്തിച്ചിരുന്ന ഒരു തീയിന്റെ അടുത്ത് പോയി ചൂട് കാഞ്ഞിരുന്നു. ഞാൻ ഒരു കപ്പ് ചൂട് ചായ കുടിച്ചു. ശേഷം ഗ്രാമീണരെയും കൂട്ടി ചത്തിക്കിടക്കുന്ന പോത്തിന്റെ അടുത്തോട്ട് നടന്നു. ഞാൻ കടുവയെ കണ്ട സ്ഥലവും വെടിവെച്ച സ്ഥലവും കടുവ ഓടിയ സ്ഥലവും എല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു. പെട്ടെന്നൊരാൾ, സാഹിബ് ദേ ഇവിടെ ഒരു കടുവ ചത്തുകിടപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു. എന്റെ കണ്ണുകൾ തിരുമ്മി. അത് ഇവിടെ ഒരു കടുവ ചത്തുകിടപ്പുണ്ട്. അപ്പോ ഇന്നലെ രണ്ടാമത് വന്നത് ഈ നരഭോജി കടുവയുടെ ഇണയായിരിക്കുമോ? ഞാൻ സ്വയം ചിന്തിച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന വേറെ ഒരാൾ, സാഹിബ് ദേ ഇവിടെയും വേറൊരു കടുവ ചത്തുകിടപ്പുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു. ഞാൻ എന്റെ റൈഫിൾ അടുത്തുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ കൊടുത്ത് മുട്ടിലിരുന്ന് ആ കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു. ഞാൻ എനിക്ക് ചുറ്റും വട്ടം കൂടിയ ഗ്രാമീണരോട് പറഞ്ഞു, ഇത് ഞാൻ അന്വേഷിച്ചു വന്ന നരഭോജി കടുവയല്ല എന്ന്. ഗ്രാമീണർ ചിലർ പറഞ്ഞു, സാഹിബ്
എന്താണ് പറയുന്നത്? ഈ ഗ്രാമത്തിന് ചുറ്റുമല്ലേ ആളുകളെ കടുവ കൊന്നിട്ടുള്ളത്? അപ്പോ ഇത് തന്നെ ആയിരിക്കണം ആ നരഭോജി കടുവ. പിന്നെ വെറും ഒരു കാൽപ്പാട് നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് നരഭോജി അല്ല എന്ന് നിങ്ങൾ പറയുന്നത്? എല്ലാ കടുവകളുടെയും കാൽപ്പാട് ഒരുപോലെ ആയിരിക്കില്ലേ? പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് ഞാൻ അന്വേഷിച്ച ആ നരഭോജി കടുവയല്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ ആ നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ വിശദമായി പരിശോധിച്ച് പഠിച്ചതാണ്. കടുവകൾ വയസ്സാവുന്നതിനനുസരിച്ച് അവയുടെ കാൽപാദങ്ങളിൽ വിള്ളലുണ്ടാവും. ഇത് സാധാരണക്കാരായുള്ള ആളുകളുടെ കണ്ണിൽ പെടില്ല. കാടിനെ പറ്റി നന്നായി അറിയാവുന്നവർക്കും നല്ലൊരു വേട്ടക്കാരനും നല്ലൊരു ട്രാക്കർക്കും മാത്രമേ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ മറ്റേ കടുവയും പരിശോധിച്ചു. അത് നല്ല ചുറുചുറുപ്പുള്ള ഒരു ആൺകടുവയായിരുന്നു. ഇത് കടുവകളുടെ ഇണചേരുന്ന മാസമാണ്. ഇന്നലെ ഈ ദമ്പതി കടുവകളാണ് എന്റെ പോത്തിനെ കൊന്നത്. ആദ്യം വന്നത് ആ പെൺകടുവയായിരുന്നു. അത് പോത്തിനെ കൊന്ന ശേഷം ഞാൻ അതിനെ വെടിവെച്ച് വീഴ്ത്തി. ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത് വന്നത് ആ ആൺകടുവയായിരുന്നു. അത് ചത്ത പോത്തിന്റെ മേലെ കയറി അതിനെ ആഹരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ രണ്ടാമത് വെടിയുതിർത്തത്. അതെ, ഇന്നലെ എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. ഞാൻ വെടിവെച്ച 2 കടുവകളും ചത്തിരിക്കുന്നു. ഞാൻ അപ്പോഴും ഗ്രാമീണരോട് പറഞ്ഞു, നരഭോജി കടുവ ഇതുവരെയും ചത്തിട്ടില്ല. അത് ഇപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം, ആരും കാടിനുള്ളിൽ ഒറ്റയ്ക്ക് പോവരുത്. ഞാൻ പറഞ്ഞത് അവർ ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ തുടർന്നുണ്ടായ മാസങ്ങളിൽ അത്രയും മരണം അവിടെ സംഭവിക്കില്ലായിരുന്നു. ആഴ്ചകൾ കടന്നുപോയി. കടുവയെ പറ്റി യാതൊരു വിവരവും എനിക്ക് കിട്ടിയില്ല. 1930 മാർച്ച് 22 അന്നത്തെ ജില്ലാ കമ്മീഷണർ ആയിരുന്ന വിവിയാൻ നരഭോജിയെ പറ്റി പഠിക്കാൻ കാലാനഗറിൽ വന്നിരുന്നു. അദ്ദേഹം എനിക്കൊരു ടെലഗ്രാം അയച്ചു. അദ്ദേഹം ബംഗ്ലാവിൽ കാത്തിരിപ്പുണ്ടെന്നും എന്നോട് എത്രയും പെട്ടെന്ന് കാലാനഗറിലോട്ട് എത്താനുമായിരുന്നു അതിന്റെ ഉള്ളടക്കം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കാലാനഗറിലോട്ട് പുറപ്പെട്ടു. ഞാൻ അവിടെ എത്തി ബംഗ്ലാവിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബംഗ്ലാവിന്റെ വരാന്തയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവിയാനും അദ്ദേഹത്തിന്റെ ഭാര്യയും. ബംഗ്ലാവിന്റെ പരിസരത്ത് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന 6 സ്ത്രീകളിൽ ഒരാളെ പെട്ടെന്ന് കടുവ പിടിച്ചു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എന്നെ വാർത്ത അറിയിക്കാൻ വേണ്ടി ഓടി വന്നു. അപ്പോഴേക്കും ആ സ്ത്രീയെ കടുവ കടിച്ചെടുത്തും കൊണ്ട് കാട്ടിലോട്ട് പോയിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ റൈഫിൾ എടുത്ത് കടുവയുടെ പുറകെ തന്നെ ഓടി. ഞാൻ ചെന്നപ്പോഴേക്കും ആ മരിച്ച സ്ത്രീയുടെ ശരീരം ഒരു ഓക്കുമരത്തിന് കീഴിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനും എന്റെ സഹായികളും അവിടെ ഒരു 3 മച്ചാൻ കെട്ടി അന്നത്തെ രാത്രി മുഴുവനും അതിന് കാവൽ നിന്നു. പക്ഷെ കടുവ അന്ന് വന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ കഥയും ഞാൻ ആ സംഭവ സ്ഥലം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും വിവരിച്ച് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. അതായത് ഓക്ക് മരത്തിന്റെ അവിടെ എത്തിയ നരഭോജിക്ക് തന്നെ ആരോ പിന്തുടരുന്ന പോലെ തോന്നിക്കാണണം. അതുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിൽ പതിയിരുന്ന് അതെല്ലാം നിരീക്ഷിച്ചു കാണണം. അതായത് ഇവർ മച്ചാൻ ഉണ്ടാക്കുന്നതും അതിൽ കയറി ഇരിക്കുന്നതും കടുവ വ്യക്തമായി കണ്ടിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ആ കടുവ പിന്നെ തിരിച്ചു വരാണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ആ മരിച്ച സ്ത്രീയുടെ ജഡമെടുത്ത് ഇവർ ശവസംസ്കാരങ്ങളെല്ലാം നടത്തി. ആ ഓക്കുമരത്തിന്റെ താഴെ ഒരു പോത്തിനെയും കെട്ടിയിട്ടു. അന്നേ ദിവസം രാത്രിയിൽ ഒരു കടുവ വന്ന് ആ പോത്തിനെ കൊന്നു. അവർ പിറ്റേ ദിവസം വീണ്ടും ആ മച്ചാനിൽ കാവൽ നിന്നു. പക്ഷെ അതൊരു ചന്ദ്രനില്ലാത്ത രാത്രിയായിരുന്നു. കൂരാക്കൂരിരട്ടിൽ ഏതോ ഒരു മൃഗം പോത്തിനെ സമീപിച്ചതായി അവർക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷെ അത് കടുവയല്ല, പകരം വലിയ ഒരു കരടി ആയിരിക്കുമെന്ന് അവർ സ്വയം കരുതി. അന്ന് അവർ ആ മൃഗത്തിന് നേരെ ഒരു വെടി ഉതിർത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അതോടുകൂടി ആ നരഭോജി കടുവയുടെ ശല്യം എന്നേക്കും അവസാനിച്ചേനെ. അതെ, അന്ന് രാത്രി ആ പോത്തിന്റെ അടുത്ത് വന്നത് നരഭോജി തന്നെയായിരുന്നു. ഞാൻ എന്റെ കൈവശം ഉണ്ടായിരുന്ന 4 പോത്തുകളെയും കൊണ്ടുവന്ന് കാടിന്റെ 4 ദിശയിലായി കെട്ടിയിട്ടു. 3 ദിവസം കഴിഞ്ഞിട്ടും കടുവ പോത്തുകളിൽ ഒന്നിനെ പോലും തൊട്ടില്ല. 4-ാം ദിവസം പോത്തുകളിൽ ഒന്നിനെ കടുവ കൊന്നതായി ആളുകൾ എന്നെ അറിയിച്ചു. ഞാൻ ചെന്ന് അവിടെ എല്ലാം പരിശോധിച്ചു. പരിശോധനയുടെ ഒടുവിൽ പോത്തുകളെ കൊന്നത് കടുവയല്ല, പകരം ഒരു ജോഡി പുള്ളിപ്പുലികളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആകെ നിരാശനായി. എനിക്കിപ്പോ വേണമെങ്കിൽ ഈ പുലികളെ പിന്തുടർന്ന് വെടിവെച്ചിടാം. പക്ഷേ ഈ സമീപത്ത് എവിടെങ്കിലും ആ നരഭോജി കടുവ ഉണ്ടെങ്കിൽ അത് ഈ വെടിശബ്ദവും കേട്ട് പേടിച്ച് ഈ ഗ്രാമം തന്നെ വിട്ടു ഓടിക്കളയും. പക്ഷേ ഇവറ്റങ്ങളെ കൊല്ലാണ്ടിരുന്നാൽ ഇവറ്റങ്ങൾ എന്റെ അവശേഷിക്കുന്ന പോത്തുകളെയും കൊന്നു തീർക്കും. അതുകൊണ്ട് ഞാൻ പുലികളുടെ കാൽപ്പാട് ട്രാക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. കുറച്ച് മൈലുകൾ മുന്നോട്ട് പോയപ്പോൾ ഒരു പാറയുടെ മേലെ 2 പുലികളും ചൂട് കാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ 2നെയും വെടിവെച്ച് വീഴ്ത്തിയിട്ടു. ഞാൻ പകൽ മുഴുവനും കാട്ടിലൂടെ ഈ കടുവയും തിരഞ്ഞു നടന്നു. ഈ കാട്ടിൽ ധാരാളം മ്ലാവുകളും പന്നികളും ഉണ്ട്. ഞാൻ ഒരു ദിവസം നരഭോജിയെ തിരഞ്ഞ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. റൈഫിൾ തോളോട് ചേർത്ത് വെച്ചാണ് ഞാൻ നടക്കുന്നത്. ധാരാളം പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണിത്. ഒരുപാട് മരങ്ങളും അടിക്കാടുകളും നിറഞ്ഞ ഒരു മനോഹരമായ കാട്. പാറക്കെട്ടുകൾ കടന്നു പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കടുവയെ തിരഞ്ഞു മൈലുകളോളം കാട്ടിലൂടെ നടന്നു. പുൽ മൈതാനത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മ്ലാവിനെ ഞാൻ കണ്ടു. അത് എന്നെ കണ്ടതും 1 മിനിറ്റ് തലയൊന്ന് ഉയർത്തി അനങ്ങാതെ നിന്നു. അത് എന്നെ തന്നെ നോക്കി നിന്നു. ഞാൻ അതിനെ ശല്യപ്പെടുത്താതെ മുന്നോട്ട് നടന്നു. അത് വീണ്ടും മേയാൻ തുടങ്ങി. ആ മാൻ പെട്ടെന്ന് ഒരു അലാറം പോലെ ശബ്ദമുണ്ടാക്കി ഓടി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തോക്ക് തോളോട് ചേർത്ത് വെച്ച് ട്രിഗറിൽ വിരൽ വെച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. സാധാരണ വലിയ പൂച്ചവർഗത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോഴാണ് പക്ഷികളും മറ്റു സസ്യബുക്കുകളും ഇത്തരം ശബ്ദം ഉണ്ടാക്കാറ്. പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്നും ഒരു അനക്കം കണ്ടു. അതെ, ആ കടുവ ഇത്രയും നേരം എന്നെ വേട്ടയാടാൻ വേണ്ടി പിന്തുടരുകയായിരുന്നു. അവൾക്ക് എന്റെ കഴുത്തിൽ
ചാടിക്കടിക്കാൻ നല്ലൊരു അവസരത്തിന് വേണ്ടി ആയിരിക്കണം ക്ഷമയോടെ എന്നെ പിന്തുടർന്നത്. ഞാൻ അവിടെയെല്ലാം പരിശോധിച്ചു. എന്റെ കാൽപ്പാടുകൾക്ക് മേലെ ഒരു കടുവയുടെ കാൽപ്പാട് ഞാൻ കണ്ടു. ആ മ്ലാവിന്റെ മുന്നറിയിപ്പ് പോലെയുള്ള ആ നിലവിളിയാണ് എന്നെ രക്ഷിച്ചത്. കടുവ എന്റെ മുന്നിലുള്ള ഏതോ ഒരു കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് പുറത്തോട്ട് വരുന്നില്ല. കടുവയെ കാണാതെ കുറ്റിക്കാട്ടിലോട്ട് വെടിവെച്ച് കടുവയ്ക്ക് വെടി കൊണ്ടിട്ടും അത് ചത്തില്ലെങ്കിൽ അത് കൂടുതൽ അപകടകാരിയായി മാറും. നേരം ഇരുട്ടി തുടങ്ങി. ഇനിയും ഞാൻ ഈ കടുവയുടെ പുറകെ നടക്കുന്നത് അത്ര സുരക്ഷിതമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ബാക്കി പദ്ധതികളെല്ലാം നാളത്തേക്ക് മാറ്റിവെച്ച് ഞാൻ തിരിച്ച് ബംഗ്ലാവിലോട്ട് നടന്നു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, ഈ വനം മുഴുവനും നല്ല അടിക്കാട് നിറഞ്ഞ ഒരു പ്രദേശമാണെന്ന്. നേരം ഇരുട്ടിയും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയെ വ്യക്തമായി കാണാനുള്ള പ്രകാശം ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് കടുവയെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് പോലും ഞാൻ വിട്ടുകളയുന്നത്. ഞാൻ കാലാനഗറിൽ കടുവയെ അന്വേഷിച്ച് നടത്താൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം 19 ദിവസമായി. ഉച്ചയോടെ ഞാൻ എന്റെ പോത്തുകളെ വനത്തിന്റെ ഇടതുവശത്തുള്ള സ്ഥലങ്ങളിൽ കെട്ടിയിടാൻ പോവുകയായിരുന്നു. 1 മൈൽ നടന്നപ്പോഴേക്കും വിറക് ശേഖരിക്കുന്ന ഒരു മുതിർന്ന പുരുഷന്മാരുടെ കൂട്ടത്തെ ഞാൻ കണ്ടു. ആ കൂട്ടത്തിലെ ഒരു വൃദ്ധനായ മനുഷ്യന്റെ കൂടെ ഇരുന്ന് ഞാൻ പുകവലിച്ചു. ഞങ്ങളിരുന്ന സ്ഥലത്ത് നിന്നും 500 യാർഡ് അകലെയുള്ള ഒരു ഓക്ക് മരത്തിലേക്ക് അയാൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഒരു മാസങ്ങൾക്ക് മുമ്പ് എന്റെ മകനെ കടുവ കൊണ്ടുപോയതെന്ന്. അവന് വെറും 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വിറക് ശേഖരിക്കാൻ 25 പേരടങ്ങുന്ന ഒരു സംഘമായാണ് അവർ പോയത്. പക്ഷെ എല്ലാവരും അവനെ കടുവയ്ക്ക് ഇട്ടുകൊടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടു. വൃദ്ധൻ ഇത് പറഞ്ഞതും ആ 25 സംഘത്തിലെ ചില ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ വൃദ്ധൻ പറഞ്ഞ ഈ കാര്യത്തെ ശക്തമായി എതിർത്തു. അവർ കടുവയുടെ മുരൾച്ച കേട്ടപ്പോൾ തന്നെ എല്ലാവരോടും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞിരുന്നു. ആ പയ്യൻ തിക്കിലും തിരക്കിലും പെട്ട് അവിടെ വീണുപോയി, അതിന് ഞങ്ങൾ എങ്ങനെ ഉത്തരവാദികളാവും എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ട ആ വൃദ്ധൻ പറഞ്ഞു, അവൻ നിങ്ങളെ പോലെ മുതിർന്ന ഒരു പുരുഷനല്ല, അവൻ വെറും 18 വയസ്സുള്ള ഒരു ചെറിയ പയ്യനായിരുന്നു. അവർ സംസാരം നിർത്തിയില്ല. ഞാൻ ആ വൃദ്ധനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മകനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് ഞാൻ എന്റെ പോത്തുകളിൽ ഒന്നിനെ കെട്ടിയിടാമെന്ന് പറഞ്ഞു. ശേഷം എന്റെ ആളുകളോട് ബാക്കിയുള്ള 2 പോത്തുകളെ തിരിച്ച് ബംഗ്ലാവിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞാനും എന്റെ 2 സഹായികളും ആ ഓക്ക് മരം ലക്ഷ്യമാക്കി നടന്നു. ഓക്ക് മരത്തിന്റെ അടിയിലുള്ള കുറ്റിയിൽ ആ പോത്തിനെ ഞാൻ കെട്ടിയിട്ടു. ശേഷം തൊഴിലാളികളിൽ ഒരാളോട് ഞാൻ പോത്തിന് പുല്ല് വെട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മറ്റേ ആളോട് ഓക്ക് മരത്തിന്റെ മേലെ കയറി ഗ്രാമീണർ സംസാരിക്കുന്ന പോലെ ഒച്ചത്തിൽ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ശേഷം ഞാൻ അടുത്തുണ്ടായിരുന്ന വലിയൊരു പാറയിൽ കയറി ഇടത് കൈകൊണ്ട് റൈഫിൾ പിടിച്ച് ഞാൻ പുകവലിക്കാൻ തുടങ്ങി. കെട്ടിയിട്ട ആ പോത്ത് അസ്വസ്ഥനായി പെരുമാറുന്നത് ഞാൻ കണ്ടു. അത് കയറ് വലിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നരഭോജി ഞങ്ങളെ തേടി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പുല്ല് ശേഖരിക്കാൻ പോയ ആളോട് ആംഗ്യ ഭാഷയിൽ അടുത്തു വരാൻ ആവശ്യപ്പെട്ടു. മരത്തിലുള്ള തൊഴിലാളിക്ക് നീട്ടിയൊരു വിസിൽ അടിച്ചുകൊണ്ട് നിശബ്ദമായിരിക്കാനും നിർദ്ദേശം നൽകി. എന്റെ 3 വശവും തുറസായ ഭൂമിയാണ്. കടുവ വരാൻ സാധ്യതയുള്ളത് പുറകിൽ നിന്നോ അല്ലെങ്കിൽ അത് ഞാൻ നിൽക്കുന്ന പാറയുടെ താഴെ നിന്നോ ആയിരിക്കും. കടുവ എന്റെ തൊഴിലാളികളുടെ സംസാരം കേട്ടാണ് വന്നതെങ്കിലും അവൾ ലക്ഷ്യം വെച്ചത് പാറപ്പുറത്തുള്ള എന്നെ തന്നെയായിരുന്നു. ഞാൻ കുറ്റിച്ചെടികളിലേക്ക് തോക്ക് ചൂണ്ടിയിരുന്നു. ഞാൻ തിരിഞ്ഞു നിന്നതും എന്റെ ആളുകൾ പെട്ടെന്ന് സംസാരം നിർത്തിയതും കടുവയുടെ ഉള്ളിൽ സംശയം ഉണ്ടാക്കി കാണണം. അവൾ പുറത്തോട്ട് വന്നില്ല. കുറച്ചു കഴിഞ്ഞ് അകലെയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ഉണങ്ങിയ വിറക് പൊട്ടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. കടുവ പേടിച്ച് പിൻവാങ്ങിയിരിക്കുന്നു. അതെ, എനിക്ക് വീണ്ടും കടുവയെ വെടിവെക്കാനുള്ള നല്ലൊരു അവസരമാണ് നഷ്ടമായത്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു അവസരം കൂടെയുണ്ട്. രാത്രിയിൽ ഈ പോത്തിനെ കൊല്ലാൻ വേണ്ടി ആ കടുവ ഉറപ്പായും തിരിച്ചു വരും. കാരണം അവൾക്ക് ഇതുവരെയും ഭക്ഷണം നേരാവണ്ണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാത്രിയിൽ ഞാൻ കടുവയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്റെ ആളുകളെ തനിച്ച് ബംഗ്ലാവിലോട്ട് പറഞ്ഞു വിടുന്നത് ആത്മഹത്യയിലോട്ട് പറഞ്ഞു വിടുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവരോട് എന്റെ കൂടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. രാത്രിയാവാൻ ഇനിയും 3-4 മണിക്കൂറുണ്ട്. ഞാൻ എന്റെ ആളുകളെയും കൂട്ടി എതിർവശത്തുള്ള മലയിടുക്കിലോട്ട് പോവാൻ തീരുമാനിച്ചു. കടുവ പോത്തിന്റെ അടുത്ത് വന്നാൽ എനിക്ക് നല്ലൊരു ഷോട്ടിനുള്ള അവസരം കിട്ടും. എന്റെ കൈവശമുള്ളത് .275 റൈഫിളാണ്. അതുപയോഗിച്ച് 200-300 യാർഡ് വരെ എനിക്ക് നല്ലൊരു ഷോട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എന്റെ ആളുകളെയും കൂട്ടി മലയിടുക്കിലോട്ട് നടത്താൻ ആരംഭിച്ചു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിന് കാരണം പാറയിലൂടെ കടുവയ്ക്ക് അത്ര പെട്ടെന്നൊരു ആക്രമണം നടത്താൻ കഴിയില്ല എന്നതായിരുന്നു. പെട്ടെന്ന് മുന്നിലെ പാറകൾക്കിടയിൽ നിന്നും ഒരു നൈറ്റ്ജാർ പക്ഷി പറന്നു പോകുന്നത് കണ്ടു. ഞാൻ അവിടെ പരിശോധിച്ചു. ആ കല്ലുകൾക്കിടയിൽ ഒരു നൈറ്റ്ജാർ പക്ഷിയുടെ കൂടും അതിൽ 2 മുട്ടകളും ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് നീളത്തിൽ അറ്റം കൂർത്തതും മറ്റത് ഉരുണ്ട ആകൃതിയിലുമായിരുന്നു. എനിക്ക് വിവിധ തരം പക്ഷികളുടെ മുട്ടകൾ ശേഖരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ കൈവശം നൈജാർ പക്ഷികളുടെ മുട്ടകൾ മാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ 2 മുട്ടകളും എടുത്തു. മുട്ടകൾ ഒടയാതെ കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ പെട്ടികളൊന്നും എന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അത് എന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു. 60 വാരം ദൂരം പിന്നിട്ടപ്പോൾ ഞാൻ അവരോട് നിൽക്കാൻ പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വലിയ പാറയിലൂടെ താഴോട്ട് ഇറങ്ങണം. അത് ഏകദേശം 10-12 അടി താഴേക്കാണ്. മഴവെള്ളം കാരണം ആ പാറയിൽ നിറയെ പായലും വെഴുക്കലുമുണ്ട്. അതുകൊണ്ട് റൈഫിൾ പിടിച്ച് എനിക്ക് ഒറ്റയ്ക്ക് തനിയെ താഴോട്ട് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ എന്റെ റൈഫിൾ എന്റെ തൊഴിലാളിയുടെ കയ്യിൽ കൊടുത്ത് നിരങ്ങി സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങി. താഴെ ഇറങ്ങിയ ശേഷം ഞാൻ എന്റെ തോക്ക് മേടിച്ചു. തൊഴിലാളികൾ 2 പേരും എന്റെ 2 വശത്തായി ചാടി ഇറങ്ങി. അവർ എന്നോട് ചോദിച്ചു, സാഹിബ്, നിങ്ങളൊരു മുരൾച്ച കേട്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, എന്റെ വസ്ത്രം മുറിയുന്ന ശബ്ദം കാരണം ഞാൻ ഒന്നും വ്യക്തമായി കേട്ടില്ല.
പക്ഷെ അവർ രണ്ടുപേരും ഉറപ്പിച്ചു പറഞ്ഞു ഞങ്ങളൊരു കടുവയുടെ മുരൾച്ച ഉറപ്പായും കേട്ടു, പക്ഷെ അത് ഏത് ദിശയിൽ നിന്നാണെന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല. സാധാരണ കടുവകൾ വേട്ടയാടുമ്പോൾ അവ സ്വന്തം സ്ഥാനം വെളിപ്പെടുത്താറില്ല. ഞങ്ങൾ നിശബ്ദമായി മുന്നോട്ട് നടന്നു. ഇടതുവശത്തുള്ള പാറകൾക്കിടയിൽ കടുവ മുൻകാലുകൾ നീട്ടി പിൻകാലുകൊണ്ട് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എനിക്കും കടുവയ്ക്കും ഇടയിൽ ഇപ്പോൾ വെറും 8 അടി മാത്രമേ ദൂരമുള്ളൂ. വളരെ നാളുകൾക്ക് ശേഷം തന്റെ യജമാനനെ കാണുന്ന നായെ പോലെ മുഖത്തൊരു പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി. എന്റെ മനസ്സിലൂടെ അപ്പോൾ 2 ചിന്തകളാണ് കടന്നുപോയത്. ഒന്ന്, ആദ്യത്തെ നീക്കം അത് എന്റേതായിരിക്കണം. 2, എന്റെ ആദ്യത്തെ നീക്കം അത് കടുവയെ പ്രലോഭിപ്പിക്കരുത്. എന്റെ ഇടതു കയ്യിൽ നൈറ്റ്ജാർ പക്ഷികളുടെ മുട്ടകൾ ഉണ്ടായിരുന്നു. ഞാൻ കടുവയുടെ കണ്ണിൽ നിന്നും കണ്ണെടുക്കാതെ മുട്ടകൾ എന്റെ കോട്ടിന്റെ പോക്കറ്റിലിട്ടു. റൈഫിൾ പതിയെ കടുവയ്ക്ക് നേരെ ഉയർത്തി. കടുവ അപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് കണ്ണെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ വിരൽ ട്രിഗറിൽ അമർത്തി. കടുവയുടെ നെഞ്ചം തുളച്ച് നട്ടെല്ലാം തകർത്ത് തിര പുറത്തോട്ട് പാഞ്ഞു. കടുവ പതിയെ നിലത്തേക്ക് വീണു. വീണ ഭാഗം മുഴുവനും രക്തം കൊണ്ട് നനഞ്ഞു. എന്റെ തൊഴിലാളികൾ കടുവയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിശബ്ദമായി നിൽക്കുന്നത് കണ്ട് അവർ കാര്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നിശബ്ദരായി നിന്നു. ഞാൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി, പക്ഷെ അത് ഒരിക്കലും നരഭോജി ആയിരിക്കും എന്ന് അവർ കരുതിയില്ല. ഞാൻ വെടിവെച്ച് ഇട്ടതിന് ശേഷമാണ് കടുവ ഇത്രയും അടുത്താണ് കിടന്നിരുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അവർ കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് ഞാൻ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്ന നരഭോജി കടുവ. ഞാനും എന്റെ ആളുകളും കടുവയെ ബംഗ്ലാവിലോട്ട് കൊണ്ടുപോയി. ഈ വേട്ടയിൽ എനിക്ക് പ്രതികൂലമായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇടത് കയ്യിൽ വെച്ചിരുന്ന മുട്ടകൾ ഉള്ളത് കൊണ്ട് ഞാൻ വലതു കൈയിലാണ് തോക്ക് പിടിച്ചത്. സാധാരണ ഞാൻ 2 കൈകൾ ഉപയോഗിച്ചാണ് തോക്ക് കൊണ്ടു നടക്കാറ്. ഞാൻ 2 കൈകളിലാണ് തോക്ക് വെച്ചിരുന്നെങ്കിൽ അത് കടുവയ്ക്ക് നേരെ ചൂണ്ടുമ്പോൾ കടുവയ്ക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ അത് അപ്പോൾ തന്നെ എന്റെ നേരെ ചാടി വീണേനെ. 2, ഞാൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റൈഫിളാണ് കൊണ്ടു നടന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കൈ കൊണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. 3, കടുവ ഒരു നരഭോജി ആയത്. കടുവ ഒരു നരഭോജി അല്ലായിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയേനെ. കടുവയെ ബംഗ്ലാവിൽ എത്തിച്ച ശേഷം ഞാൻ വിശദമായി പരിശോധിച്ചു. അവളുടെ നഖങ്ങൾ ഒടിഞ്ഞു പോയിരുന്നു. അതിന്റെ പല്ലുകൾ കൊഴിഞ്ഞിരുന്നു. മുൻ പല്ലുകൾ തേഞ്ഞ് അസ്ഥി വരെ ആയിരുന്നു. ഇത്തരം വൈകല്യങ്ങളാണ് ആ കടുവയെ ഒരു നരഭോജിയാക്കിയത്. എനിക്ക് സർക്കാർ തന്ന ഭൂപടത്തിൽ ഞാൻ 65ാമത്തെ ഇരയെ അടയാളപ്പെടുത്തി. 65ാമത്തെ ഇര അത് ആ നരഭോജി തന്നെയായിരുന്നു. ഇനി ഈ കടുവ ആരെയും കൊല്ലില്ല, കാരണം അവളുടെ നായാട്ടിന് ഞാനൊരു വിലങ്ങിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം മറന്ന് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.